ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അമ്രു ബോക്സ് ടൈപ്പ് അല്ലേ കമ്പണത്. മുടിയൊക്കെ നല്ലോണം നീണ്ട് നിവർന്ന് കിടക്കുക. അപ്പോൾ അമ്രു ബോക്സ് ടൈപ്പ് ആക്കാൻ പോവാണ്. ഇതാ ഒരാൾ ഇവിടെ ഹെൽമെറ്റ് ഇട്ട് ഇരിക്കുന്നുണ്ട്. അവൻ്റെ പേര് എന്തായിരുന്നു? എന്താ പേര്? ഭദ്രേഷ്. ആരെ ക്ലാസ്സിലാ? എൻ്റെ ക്ലാസ്സിലോ? അല്ല, അമൃതേഷിന്റെ ക്ലാസ്സിലാണല്ലേ. അതെ, ഏതാ സബ്ജക്റ്റ്? ബേസിക് സയൻസ് അല്ലേ. പിന്നെ എവിടെ വീട്? മഗൂരല്ലേ. അപ്പം അമൃതേഷിന്റെ പുതിയ ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ചെയ്യാൻ പോണത്. ഭദ്രുവേ, മോനെ ഏത് സ്കൂളിലായിരുന്നു? എവിടെ? കിഷൻകോള സ്കൂളല്ലേ. 7A അല്ലേ, നമ്മുടെ അമൃതേഷിൻ്റെ അല്ലേ, ക്ലാസ്മേറ്റ് ആണല്ലേ. പിന്നെ നമ്മളിപ്പം മറ്റേ പണ്ട് ഹൈസ്കൂളിലുള്ളവിടത്തല്ലായിരുന്നോ ഇപ്പം നമ്മളിപ്പം എന്ത് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാ അവിടുത്തെ സ്ഥിതി? അവിടുത്തെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാ? സ്റ്റെപ്പ് കയറി പോകണം. നല്ല വീതിയും വിസ്താരമൊക്കെ നല്ല അടിപൊളി ക്ലാസ് അല്ലേ. പ്രൊജക്ടറൊക്കെ ഇല്ലേ? പ്രൊജക്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്മാർട്ട് ക്ലാസ് റൂം അല്ലേ. ലാബ് ഉണ്ട്, സയൻസ് ലാബ്. പിന്നെ ലൈബ്രറി ഇല്ലേ? ലൈബ്രറി ഉണ്ട്. പിന്നെന്താ അവിടുത്തെ ഫെസിലിറ്റീസ്? പിന്നെ ഓരോ ഫ്ലോറിലും ബാത്റൂം ഇല്ലേ? ഓരോ ഫ്ലോറിലും ബാത്റൂം ഉണ്ട് അല്ലേ. പിന്നെ അവിടുത്തെ ഗ്രൗണ്ടിനെ പറ്റി പറയും. ഫുള്ള് ഗ്രൗണ്ട് അല്ലേ. ടർഫ് ഉണ്ട്. പിള്ളേർ ടർഫ് അവിടെയാണല്ലോ അല്ലേ ക്രിക്കറ്റ് കളിക്കാറ്. ക്രിക്കറ്റ് അല്ല, ഫുട്ബോൾ അല്ലേ. പിന്നെ ഭദ്രു ഇതിലുണ്ടോ? ക്യാമ്പിനുണ്ടോ? ക്യാമ്പിനുണ്ട് അല്ലേ. ക്യാമ്പിന് എങ്ങനെയാ, എന്തൊക്കെയാ പരിപാടി അവിടെ? 30 മിനിറ്റ് ഓട്ടം, ജോഗിങ് അല്ലേ. പിന്നെ ആണല്ലേ. നിങ്ങൾ കോച്ചാരായിരുന്നു? സതീഷ് കോച്ച് അല്ലേ. അപ്പോൾ എങ്ങനെയാ അതിൻ്റെ ഇതൊക്കെ ഫീസൊക്കെ എങ്ങനെയാ ഘടനൊക്കെ? ആണോ? അപ്പോൾ ഭദ്രേഷ് ഇപ്പം എങ്ങനെയാ കൊടുത്തത് ഫീസ്? മാസം ഓരോ മാസമായിട്ട് അല്ലേ. 300 ആയിരുന്നു അല്ലേ. അത് ശരി. പിന്നെ അവിടെ കൂളറില്ലേ? നല്ല തണുത്ത വെള്ളം കിട്ടും അല്ലേ. പിന്നെ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ പണ്ടൊക്കെ ഹയർ സെക്കൻഡറിൻ്റെ ബ്ലോക്ക് പോയിട്ടല്ലേ വെള്ളം കുടിക്കാറ് അല്ലേ. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ അവിടെ ടീച്ചർമാർ ചിലപ്പോൾ ചീത്തൊക്കെ പറയും നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ. ഇവിടെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇപ്പം വെള്ളം ഉണ്ടോ? കൂളറിൽ ഉണ്ട് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? പിന്നെ IT തുടങ്ങിയിട്ടുണ്ടോ ക്ലാസ്? ഇല്ല. അവിടെ എന്തോ ചെറിയ ഒരു വർക്ക് ഉണ്ട് അല്ലേ. ചെറിയൊരു സീലിങ്ങിൻ്റെ പണി ഉണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളെ ഓണം എക്സാം കഴിഞ്ഞിട്ട് അല്ലേ. ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയാ IT-ൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ആണല്ലേ. കളിക്കാനും പിന്നെ നിങ്ങളെ ടെക്സ്റ്റിലുള്ള ചാപ്റ്റേഴ്സൊക്കെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും ആ സിലബസ് പ്രകാരം അല്ലേ. ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ കേട്ടോ. നമ്മളെ അമൃതേഷ് അമൃത അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യമായിട്ട് അപ്പോൾ അമൃവിനെ കുറിച്ച് 2 വാക്ക് പറയൂ. എന്താ അമൃ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടാ? ഫുട്ബോൾ കളിക്കാറുണ്ട്. ഒളിച്ചാൻ പൊത്തി അങ്ങനെ എന്തോ കളിയില്ലേ? പിന്നെ പഠിപ്പിന്റെ കാര്യം എങ്ങനെയാ? അത്യാവശ്യം പഠിക്കും. ഭദ്രഷം പഠിക്കും അല്ലേ അത്യാവശ്യം അല്ലേ. എങ്ങനെ മാർക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല മാർക്കല്ലേ. അടി കൂടാറുണ്ടോ? അടി കൂടാറല്ലേ. അവന് ഞാൻ ചോദിച്ചത്, അവന് അങ്ങനെ ഈ അടിപിടി അങ്ങനത്തെ തല്ലുംപിടി കേസിലൊന്നും അവൻ പെടാറില്ല. പക്ഷെ പൊതുവെ ക്ലാസ് എങ്ങനെയാ? ആണല്ലേ. ആണല്ലേ. പിന്നെ വേറെന്താ ഇപ്പൊ ചോദിക്കാനുള്ളത്? അവിടെ സമരമൊക്കെ എങ്ങനെയാ? അതെ, കാരണം 5 മുതൽ 8 വരെ ഈ നൂൺ മീൽ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം പാഴായി പോകുമല്ലോ. അതുകൊണ്ട് ഫുഡ് കൊടുത്തിട്ടേ വിടുകയുള്ളൂ. അല്ലാത്ത 9-10 ഫുഡൊന്നുമില്ല. അത് ശരിയാ.
അതുകൊണ്ട് അവർ സമരക്കാർ വന്നാൽ അപ്പം വിടില്ലേ, ഒരു പീരീഡൊക്കെ കഴിയുമ്പോഴേക്കും വിടില്ലേ. അപ്പം ഭദ്രേഷൻ എന്തായാലും ഇനി അവിടെ ഇപ്പോൾ ഒരു 10 പേര് എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? +1 ഒക്കെ അവിടെ തന്നെ പഠിക്കുള്ളൂ അല്ലേ? ഞാനും അവിടെ +1 ഡിഗ്രിയും PG ഒക്കെ അവിടെയായിരുന്നു. ഞാനവിടെയായിരുന്നു. കാരണം ഞാൻ ഇരുന്ന് പഠിച്ച ക്ലാസ് റൂമിലാണ് ഞാൻ ഇപ്പം നിങ്ങളെ നിന്ന് പഠിപ്പിക്കുന്നത്. അന്നത്തെ എൻ്റെ കളിയൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളിലൂടെ ഇങ്ങനെ ആസ്വദിക്കുന്നത്. ഞാൻ ശരിക്കും ചൂടാവാറുണ്ടെങ്കിലും മനസ്സ് തട്ടിയിട്ടൊന്നും ചൂടാവുന്നതല്ല, രസം. അപ്പോൾ ഇത്രയും നേരം ഭദ്രേഷിൻ്റെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു, സ്കൂൾ എക്സ്പീരിയൻസ്. വേറെ എന്താ പറയണ്ടോ? വേറെ യാത്രയായിട്ട് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? വണ്ടർല എങ്ങനെ ഉണ്ടായിരുന്നു ആ ട്രിപ്പ്? അതായത് നമ്മുടെ കൂടെ വന്നതല്ലേ, നമ്മുടെ കൂടെ ടൂർ അടിച്ചതല്ലേ? അന്ന് വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നല്ല രസമല്ലായിരുന്നോ? പിന്നെ ഭദ്രേഷിൻ്റെ വേറെ ഫ്രണ്ട്സ് ആയിരിക്കുക? എന്നാലും കുറച്ച് ആളെ പേരൊക്കെ ഒന്ന് പറയും. ആര്? ആദിഷ്. PS എല്ലാവരും ഉണ്ടല്ലേ? അതെ. അപ്പോൾ ഭദ്രേഷ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ഒരു ഭാഗമായിരിക്കുക. അപ്പോൾ ഇഷ്ടമാണോ അങ്ങനെ വീഡിയോയിലൊക്കെ വരുന്ന ഇഷ്ടമാണല്ലേ? പിന്നെ വേറൊരു കാര്യം, ഭദ്രേഷിൻ്റെ ഒരു അനിയനില്ലേ? എന്താ അനിയൻ്റെ പേര്? ഭഗത് അല്ലേ? ഭഗത് ഇപ്പം എത്ര? 5ൽ. ശരിയാ, 5ലാണല്ലോ അല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ്. ആള് ഭദ്രേഷിനെക്കാളും കുറച്ച് കുറുമ്പനാണ്. വീട്ടിലെങ്ങനെയാ? കുഴപ്പമില്ല. ഭദ്രേഷ് ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ? എവിടെയാ പോണേ? അതെ അല്ലേ? അപ്പം ഞാനും കൂടി ഇതാ വന്നിരിക്കുകയാണ്. അപ്പം അത് ഭദ്രേഷ് നമ്മളെ പുതിയ യൂട്യൂബിലെ ഒരു അംഗമാണ് അല്ലേ? പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്നത് എവിടെ സ്ഥലം എനിക്ക് ആക്ച്വലി അറിയില്ല. ഏതാണ്? ആണല്ലേ? ഈ റോഡില്ലേ, നമ്മുടെ ബാക്കിലേക്കുള്ള റോഡ് അല്ലേ? മൂലാർ നട്ടോ അല്ലേ? ഈ റോഡ് എവിടേക്ക് എത്തുക? ഈ റോഡ് ഹൈവേക്ക് അല്ലേ? ഇത് നമ്മുടെ ഹൈവേയിലേക്ക് എത്തുന്ന റോഡാണ് അല്ലേ? ഹൈവേയിലേക്ക് എത്തുന്ന റോഡാണ്. അപ്പോൾ അമൃതേഷിന് കുറേ കാലമായിട്ട് മുടി വെട്ടാണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവൻ എന്താ മുടിയൊക്കെ വെട്ടി അവൻ കുട്ടപ്പനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം നോക്കട്ടെ. നല്ല ഫ്രീക്ക്. ബാക്കാട്ട്. വാവ്. അപ്പം ഭദ്രേഷിനോട് ആണോ അധികം മുടി ബാക്കോട്ടേക്ക് അങ്ങനെ വലിച്ച് കെട്ടണ്ട കേട്ടോ. കാരണം വെച്ചാൽ നെറ്റി കയറും. എന്താ അപ്പോൾ ഞാൻ ഭദ്രേഷിനോട് ഇത്ര നേരം നമ്മുടെ സ്കൂളിലെ കാര്യങ്ങളും പിന്നെ അമൃമോൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാണെന്ന് പറഞ്ഞേ? എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട് പറയും. പിന്നെ ഭദ്രേഷ്, ആദിഷ്, കുറെ പേരുണ്ടല്ലേ. ഇവരൊരു ഗ്യാങ് ആണ്. പിന്നെ ദേവദത്തൻ, അതെ, CP, അല്ലു, ഇവരൊക്കെ ആണല്ലേ. ഇപ്പൊ വലിയൊരു ഗ്യാങ് ആണ്. അതായത് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് കുറച്ച് പേര് ഇതിന്റെ ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സ് അമൽദേ PS, ദേവദർശൻ, തരുണ്, മിലന്, പിന്നെ സാരംഗ് കുറെ പേരുണ്ട്. അതിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ വന്ന കുറച്ച് കുട്ടികൾ വളരെ കുറവാല്ലേ? മിലൻ വന്നിട്ടുണ്ട്, PS വന്നിട്ടുണ്ട്, ദർശൻ വന്നിട്ടുണ്ട്. അടാ ത്രിദേവോ? നോക്ക് ഇവിടെ ആണല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോഴത്തെ UP സെക്ഷനാണോ പണ്ടത്തെ UP സെക്ഷനാണോ നിനക്കിഷ്ടം? ഇപ്പോഴത്തെ? പണ്ടത്തെയാണ്. ഇപ്പം എന്താ ഇഷ്ടമല്ലാത്തത്? സ്റ്റെപ്പ് കയറണല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. നമ്മൾ മുടി വെട്ടാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു വ്ളോഗ് ചെയ്തതാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും കാലം ഒരു വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മഴയൊക്കെ പെയ്ത സമയത്ത്. അപ്പോൾ അതെ, മുടി വെട്ടാണ്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ടീച്ചർമാർ എന്തോ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അല്ലേ മുടി വെട്ടാനായിട്ട് അല്ലേ? ഇല്ല, ചീത്തൊന്നും പറഞ്ഞില്ല അല്ലേ? എന്നാൽ എനിക്ക് കാതിൽ ഒരു കടുക്കനും കൂടി ഇടായിരുന്നു. അപ്പോൾ നമുക്ക് പോവാം അല്ലേ?
അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒരു ബായ് പറയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.